ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ അപ്പൂസിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പെണ്ണ് മീൻസ് കല്യാണം ഏകദേശം ഉറപ്പിച്ച് വെച്ചൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച അവർ അങ്ങോട്ട് പോയി, ഇപ്പോൾ ഈ ആഴ്ച അവർ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാരൊന്നും ഇവിടെ വിളിച്ചിട്ടില്ല, സ്വന്തക്കാരും പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ഞങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പൂസും അമ്പൂ എന്നൊക്കെ പറയുന്ന നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞനിയന്മാർ തന്നെയാണ് കേട്ടോ. അവന്മാർക്കും അങ്ങനെ തന്നെയാണ്, ചേച്ചി അനിയൻ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഈ കാര്യം കേട്ടോ. വീഡിയോ കാണുന്നോണ്ട് പറയുന്നതല്ല, നമ്മുടെ റിലേഷനാണ് ഇവർ. അമ്മാമ്മയുടെയൊക്കെ കുഞ്ഞമ്മയുടെ മോളുടെ മക്കളായിട്ടൊക്കെ വരും, റിലേഷനാണ്. എന്നാലും ഞാനിവിടെ വന്ന ശേഷം അത്ര അടുത്തുള്ള രണ്ട് പയ്യന്മാർ, നല്ല പരിചയമാകാത്ത പയ്യന്മാർ തന്നെയാണ് കേട്ടോ. ഭയങ്കര കാര്യമാണ് എൻ്റെ അടുത്തൊക്കെ ആയാലും. എനിക്കിവിടെ അങ്ങനെ വലുതായിട്ട് വലിയ ആൾക്കാരൊന്നും പരിചയമില്ലെങ്കിലും ഇവരുമായിട്ട് നല്ല കമ്പനിയാണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൻ്റെ കല്യാണമായി പെൺകൊച്ചുള്ളവർ നമുക്ക് കമ്പനിയായി. തൊട്ടടുത്തൊരു പുതിയ ആളോട് വരുമല്ലോ. അപ്പം അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ കൈലാസ് രാവിലെ വന്നിരിക്കുകയാണ്. ഡാവിനസിന് ട്യൂഷൻ വിട്ടിരിക്കുന്നു ഗൈസ്. ഡാവിനസിനെ പോയി ട്യൂഷൻ പോയി. അവൻ ഇന്നലെയും പോയില്ല, കള്ള അടിച്ചു. അവൻ ഇന്നലെ കിട്ടി. അപ്പോൾ കൈലാസിന്റെ വരവ് പ്രതീക്ഷിക്കാത്തുള്ള വരവാണ്. ധ്യാനൂസിന് പണി കിട്ടിയിട്ട് എന്തെങ്കിലും ട്യൂഷന് പോയില്ല. അപ്പോൾ ഇന്നെങ്കിലും ട്യൂഷന് പോകണമെന്ന് വിട്ട് കേട്ടോ. 2 മണിക്കൂറുള്ളൂ. അത് കഴിയുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഒരുത്തരുന്ന് കളിക്കുകയാണ്. ഞാൻ കുളിച്ചു ഗൈസ്. അപ്പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചു. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ ആവി കയറ്റി വെച്ചിട്ടുണ്ട്. എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ കൈലാസിനെ ട്യൂഷന് വിട്ട്. അപ്പോൾ ഇന്നലെ ട്യൂഷന് പോയില്ല, അതുകൊണ്ട് ഇന്നേ ട്യൂഷന് വിട്ടു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇത് കളിക്കാം. അപ്പോൾ വരും, ഇതാറായിക്കണം. 12 കഴിഞ്ഞ്. അപ്പോൾ ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അമ്മമ്മ ചേച്ചിയൊക്കെ വന്നുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ അവിടെ അധികമായിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ചെങ്കിൽ വാങ്ങിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. നമുക്ക് ഇന്നത്തെ മെനു ചോറ്, തൈര്, ചമ്മന്തിയൊക്കെ അരച്ച് മുട്ടയൊക്കെ പൊരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ അത് മാറ്റി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കേട്ടോ. അപ്പം പുറത്തൊക്കെ നല്ല അന്തരീക്ഷമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് ഇച്ചിരി കുറിയൊക്കെ ഇട്ട് വഴി വന്ന് ചെറിയ ഷോയൊക്കെ കാണിച്ച് നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ചോറ്, ചിക്കൻ ഫ്രൈ, ചമ്മന്തി, കറി. അവൻ തിന്നൂല. നീ കയറി വന്നേ. അവൻ്റെ അടുത്ത് ഇരിക്കാൻ തിന്നാ കയറി വാ. അവൻ തിന്നൂല. വേണ്ട, ഒറ്റയ്ക്ക് പോയിരുന്ന് കേക്ക് തിന്നു ഗൈസ്. അവൻ്റെ അപ്പേൻ്റെ ബർത്ത്ഡേ കേക്ക് കൊണ്ട് കൊടുത്താണ്. അങ്ങോട്ട് പോയാൽ അവൻ്റെ അച്ഛൻ വാങ്ങിച്ച് തിന്നെന്ന് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി സംഭവം. എനിക്ക് കത്തി ഒളിച്ചിരുന്ന് തിന്നണോ. അച്ഛൻ തിന്ന് കേട്ടാ. എൻ്റെ അച്ഛൻ തിന്ന് എന്നാലും വാങ്ങി കാണലും അല്ലേ. സേഫ് സോണിൽ ഇരുന്ന് ഞാൻ തിന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വയലിൻ ക്ലാസ്സിന് പോകാൻ പോവുകയാണ് ഗൈസ്. കുട്ടി, ദിസ് ഈസ് മൈ ഐക്കുട്ടി, ദിസ് ഈസ് മൈ ഗുഡ് ബോയ്. എവിടെ റോണി? എവിടെ റോണി? നടക്കുകയാണ്. വണ്ടിയിൽ നമ്മൾ കയറി പോകുമ്പോൾ കിടക്കാനായി. അവൻ തിരിച്ച് വീട്ടിലേക്ക് കുറേയിരിക്കുകയാണ്. എവിടെ പോണ്ട റോണി? അവൻ കയറിയുണ്ട്. ഓഹോ പോകാൻ വേണ്ടിയാ. അവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് തുടർന്ന് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകും. അമ്മ നാളെ രാവിലെ എത്തേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ വരാം ഗൈസ്. എൻ്റെ മൂക്കുത്തി നോക്കും ഗൈസ്, നല്ലതല്ലേ കുത്തി മോതിരം. അപ്പോൾ നമ്മൾ വയൽ ക്ലാസ്സിൽ പോയിട്ട് വരാം. റോണി ഞാൻ അവിടെ ആക്കി അടച്ചിട്ട് ഗേറ്റ് അടച്ചിട്ട് അവന് തുറന്നു വിടും കേട്ടോ. ആ കിടത്ത് ഭയങ്കര ബഹളമാണ്. നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോഴേ അവനെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അവിടെ നിൽക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വരണം. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ വയലിൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫാമിലി അറേബ്യയിൽ തോട്ട് വിട്ടു കേട്ടോ. അവിടെ പോയി പാൽക്കപ്പയും നൂൽപൊറോട്ടയും തിന്നാനായിട്ട് ഇവിടെ ഒരുത്തൻ കുറെ ആഴ്ച കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ അതില്ലായിരുന്നു. അങ്ങനെ പിന്നെ സാധാ പൊറോട്ടയും കറിയൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് കഴിച്ചു.